പാലക്കാട് ഏലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി നേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. പദ്ധതിക്കെതിരെ CPI പ്രാദേശിക ഘടകം രംഗത്തെത്തിയപ്പോൾ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല സംബന്ധിച്ച് ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിയെയും കബളിപ്പിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജലം നൽകാമെന്ന് മദ്യ കമ്പനിക്ക് വാട്ടർ അതോറിറ്റി ഉറപ്പു നൽകിയിട്ടില്ല. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന പേരിലാണ് ഒയാസിസ് അനുമതി തേടിയതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EN സുരേന്ദ്രൻ. നമ്മളത് അവർക്ക് കൊടുക്കാമെന്നൊരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മദ്യനിർമ്മാണശാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കാനെത്തിയ BJP നേതാക്കളും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. പദ്ധതിക്കെതിരെന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് CPI പ്രാദേശിക നേതൃത്വം. പദ്ധതിക്കായി ഭൂഗർഭജലം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് CPI പ്രാദേശിക ഘടകം കത്തു നൽകി. എന്നാൽ ആരുടെയും അതൃപ്തി കാര്യമാക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരും എതിർക്കുന്നുള്ളതല്ല, ഗവൺമെന്റ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും, ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നായിരുന്നു വിവാദത്തിൽ മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ മറുപടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം സുതാര്യത മാത്രം സ്വീകരിക്കുന്ന പ്രസ്ഥാനം, അതിന് വ്യതിചലിക്കുന്നുണ്ടോ നമ്മളപ്പോൾ പരിശോധിക്കും. പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കുമ്പോഴും ആശങ്കകൾ പരിഹരിക്കണമെന്ന അഭിപ്രായം LDF ഘടകകക്ഷികൾക്കുണ്ടെന്നാണ് വിവരം. 24 പാലക്കാട്.